അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 10 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ എടുക്കുന്ന സമയത്ത് ഒരുപാട് മുറ്റിയ മുരിങ്ങക്ക എടുക്കരുത്. ഇനി മുരിങ്ങക്ക രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. മുരിങ്ങക്ക അതാ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. വീണ്ടും ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ മുഴുവനായിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതിന്റെ കാമ്പ് മുഴുവനും ഇങ്ങനെ ഒന്ന് എടുക്കാം. മുരിങ്ങക്കായുടെ കാമ്പ് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് എടുക്കാം. ഇതുപോലെ അങ്ങ് എടുക്കാം. ഇനി ഇതിലൊന്നുമില്ല. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് മുറ്റിയ മുരിങ്ങക്ക എടുക്കരുത്. ഇതുപോലെ പിഞ്ച് മുരിങ്ങക്ക വേണം എടുക്കാനായിട്ട്. ഒരുപാട് പിഞ്ചല്ല, മുറ്റിയ മുരിങ്ങക്ക എടുക്കരുത്. എന്നാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ഒരുപാട് കട്ടിയായിരിക്കും. നമുക്കിതുപോലെ സ്പൂൺ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പം കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാമ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇപ്പം മുരിങ്ങക്കയുടെ ഉള്ളിലുള്ള ആ കാമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലായാലും അല്ലെങ്കിൽ ചോപ്പറിലിട്ടും ഒരുമിച്ച് നമ്മൾ ക്രഷ് ചെയ്തെടുക്കരുത്. കുറച്ച് വീതം ഇട്ട് ക്രഷ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് പരുവത്തിനായി പോവും. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. പൾസ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ. ഒരേ സ്പീഡിലിട്ട് അടിക്കരുത്. അതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പൾസ് ചെയ്ത് വേണം അടിച്ചെടുക്കാനായിട്ട്. ഒരേ സ്പീഡിലിട്ട് അടിക്കരുത്. ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് അടിച്ചതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പൾസ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. മുരിങ്ങക്കായുടെ കാമ്പ് മുഴുവൻ 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തതായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ തരിയുള്ള പുട്ടുപൊടിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം സാധാരണ തരിയൊന്നും ഇല്ലാത്ത പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം. എടുത്തിട്ടുള്ളത് അരിയുടെ പുട്ടുപൊടിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് എടുക്കാം, റാഗി എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണിന് 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നനയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേണമെങ്കിലും നനയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മാവിൽ ഉപ്പിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ പുട്ടുപൊടി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ആ അളവിൽ തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഈ മാവിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം നമുക്ക് ഇതുപോലെ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് വെള്ളമൊക്കെ പിടിച്ച് റെഡിയായി കിട്ടും. നമ്മൾ എടുക്കുന്ന മാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വറുത്തെടുത്ത ഒട്ടും തരിയൊന്നും ഇല്ലാത്ത പച്ചരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ റാഗി പൊടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നനച്ചിട്ടാണ് എടുക്കുന്നത്. അതാകുമ്പോൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ തരിയുള്ള പുട്ടുപൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് മൂടി വയ്ക്കുക. എന്നാൽ ഈ മാവിൽ വെള്ളമൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് നല്ലോണം മാവ് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം. ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പം വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്.
അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. വലിയ വെളുത്തുള്ളി അല്ലിയാണ്. ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ചതച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും അങ്ങനെയും ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ അതാ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ചെറിയ ഉള്ളിയാണ്. അതുകൊണ്ട് ഞാൻ 20 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം സവാള വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സവാള ആകുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ, കുഞ്ഞു സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക, വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാം. ചെറിയ ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ലാസ്റ്റിൽ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ചെറിയൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇതുപോലെ ഗോൾഡൻ നിറത്തിൽ നമ്മൾ വഴറ്റിയെടുത്താൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ കാമ്പില്ലേ, അതങ്ങ് മുഴുവനും ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. നമ്മളിതിൽ എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചതച്ചെടുത്ത തേങ്ങയാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലൊന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ മാത്രമാണ് ഇതിൽ ചതച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ച് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു സമയം 1-2 മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചിക്കി എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതലായി പോരുത്, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എന്താ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഗരം മസാല ഇതിലേക്ക് ചേർക്കുന്നില്ല. വലിയ ജീരകം, അതായത് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്ത പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആകും. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പം നമ്മളെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. അപ്പം മാവ് നമ്മൾ നനച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളെടുക്കുന്ന ഓരോ പുട്ടുപൊടിക്കും വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് 1.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.
അപ്പോൾ തേങ്ങയും കൂടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ, കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങക്കായയുടെ കാമ്പ് വെച്ചിട്ട് നമ്മളൊരു ഫില്ലിങ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഒരു പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുരിങ്ങക്കായയുടെ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. തേങ്ങയ്ക്ക് പകരമാണ് നമ്മൾ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നനച്ച് വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ മുരിങ്ങക്കായയുടെ കാമ്പ് വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പുട്ടുപൊടി അതുപോലെ തന്നെ ഈ മസാലയും ഇട്ട് പുട്ടുകുറ്റി ഒന്ന് നിറച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പുട്ടുപൊടിയും ഫില്ലിങ്ങും ഒക്കെ വെച്ച് പുട്ടുകുറ്റി നിറച്ചിട്ടുണ്ട്. ഇനി ഇത് അടപ്പുകൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ആവിയിട്ട് എടുക്കാം. ഒരു കുക്കറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളമാണ്. വെള്ളം തിളച്ചതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം കുക്കർ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇത് ആവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. പുട്ടുകുറ്റിയിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോൾ വേണം ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ പുട്ടുകലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതുപോലെ പുട്ടുകുറ്റി വെച്ച് കൊടുത്താലും മതി. ആവി വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ ആ പുട്ടൊക്കെ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. പുട്ടുകുറ്റിയിൽ ആവി നല്ലോണം വന്നിട്ട് ഒരു 3 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി പുട്ടുകുറ്റി ഈ കുക്കറിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം നല്ല മണമാണ് വരുന്നത്. അപ്പോൾ പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പുട്ടിൽ നിന്നും ഈ ചില്ലെടുത്ത് മാറ്റാം. നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാ പുട്ടും ഇതുപോലെ തന്നെ നമുക്ക് ആവിയേറ്റിയെടുക്കാം. വളരെയധികം ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ വെച്ചിട്ടുള്ള മുരിങ്ങക്കായുടെ കാമ്പ് വെച്ചിട്ടുള്ള പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ മുരിങ്ങക്കായ. മുരിങ്ങക്കായുടെ കാമ്പും അതുപോലെ തന്നെ മുരിങ്ങക്കായും ഇലയും അതിൻ്റെ മുരിങ്ങക്കായുടെ പൂവും ഒക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ വില കുറച്ച് മുരിങ്ങക്കായ വാങ്ങാൻ കിട്ടും. ഒരുപാട് വിലയൊന്നുമില്ല. 12 മുരിങ്ങക്കായ 20 രൂപ കൊടുത്താണ് വാങ്ങിച്ചിട്ടുള്ളത്. മുരിങ്ങക്കായ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക. ഇപ്പോൾ സീസണാണ് മുരിങ്ങക്കായ വില കുറച്ച് കിട്ടും. ഈ വില കുറച്ച് കിട്ടുന്ന സമയത്ത് ആരോഗ്യകരമായിട്ട് ഇതുപോലെ പുട്ട് തയ്യാറാക്കി നോക്കുക. വളരെയധികം ടേസ്റ്റാണ്. മുതിർന്നവരായാലും കുട്ടികളായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മുരിങ്ങക്കായ കിട്ടുന്ന സമയത്ത് ഇതുപോലെ പുട്ട് തയ്യാറാക്കി നോക്കുക. വേറെ ഒരു കറിയുടെയും ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്